എന്റെ പരിപാടി എന്ന് വെച്ചപ്പോൾ ഫുൾ ടൈമിന് ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക. ഇഷ്ടമുള്ള ഉറങ്ങുക, ഇഷ്ടമുള്ള എഴുന്നേക്കാം. ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് എന്റെ അവസ്ഥ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉപ്പും മുളകും ലൈറ്റ് പൊന്നൂസിന്റെ അച്ഛമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നെൽപ്പായിൽ ഇരിക്കുന്ന ചടങ്ങ് അവസാനിക്കാറായിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കമന്റ് ബോക്സിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് ആണ് പൊന്നൂസിനെതിരെ വരുന്നത്. നെഗറ്റീവ് കമന്റ് അല്ല, ഇൻസൾട്ട് ആണ്. അതായത് പൊന്നൂസിനെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചടങ്ങ് നടത്തി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർ, അച്ഛൻ, അമ്മ, റിലേറ്റീവ്സ് ഒക്കെ പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അതിനോട് ധാരണ ഉണ്ടാവില്ല. പൊന്നൂസിനോട് വീട്ടുകാർ പറഞ്ഞ അനുസരിച്ചാണ് പൊന്നൂസ് ചെയ്യുന്നത്. പിന്നെ എന്തറിഞ്ഞിട്ടാണ് വിമർശിക്കുന്നത്? അവരുടെ ഫാമിലി അങ്ങനെ ആയിരിക്കും ചെയ്തു വരുന്നത്. ഇപ്പൊ ഹിന്ദുത്വമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പാലക്കാട്ടും തൃശ്ശൂരിലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ചില അമ്പലങ്ങളിലെ ചടങ്ങ് പോലും എല്ലായിടത്തും ഒരുപോലെയല്ല നടക്കുന്നത്. ഇത് പൊന്നൂസിന്റെ കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ആണ്. അതായത് ഒരിടയ്ക്ക് പൊന്നൂസ് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് നല്ല വിവാദം ഉണ്ടായിരുന്നു. ഇപ്പൊ പൊന്നൂസ് അയാളുടെ കൂടെ നല്ലപോലെ ജീവിക്കുന്നു, ആ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. അത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പോഴും പോയിട്ട് പഴയ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ മോശമാണ്, അതുകൊണ്ട് അവരൊക്കെ ആ ചടങ്ങ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പൊന്നൂസ് നല്ല ഇന്നസെൻസ് ആണ്, അതുകൊണ്ട് പൊന്നൂസ് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും. അത് ഞാൻ കാണിച്ചു തരാം. ഉച്ചത്തെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് പരിപ്പൂട്ടാനും കാബേജ് ഉപ്പേരും, അച്ചാറ്, പപ്പടം, രസം, ഇതൊക്കെയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇറച്ചി മീനില്ലാതെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ അതായത് പൊന്നൂസ് പറയുന്നത് പൊന്നൂസിന് നോൺ വെജ് ഇല്ലാതെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് കഴിക്കുന്നതേ ഉള്ളതാണ്. അതായത് അച്ചമ്മ മരിച്ച ചടങ്ങ് ഇരുന്ന് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്നത്. മാത്രമല്ല അച്ചമ്മയ്ക്ക് നോൺ വെജ് ആണ് ഇഷ്ടമെന്നാണ് ഈ ചടങ്ങിൽ ഇരുന്ന് പറയുന്നേ. പിന്നെ പൊന്നൂസിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കണ്ടത്, പൊന്നൂസ് ആ വീഡിയോയിൽ ഒരിടത്തും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം അച്ചമ്മ മരിച്ച ചടങ്ങിന്റെ വീഡിയോ ഇടുകയാണ്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമെങ്കിലും അതിൽ ഉൾപ്പെടുത്തായിരുന്നു. അത് പൊന്നൂസ് ചെയ്തിട്ടില്ല. അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നി. തെറ്റുണ്ടെങ്കിൽ പൊന്നൂസിന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതല്ല ചെയ്യുന്നത്. കമന്റ് ബോക്സിലുള്ള പല ആളുകളും ഇവരുടെ പാസ്റ്റ് നടന്ന കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്നത്. എല്ലാ ഫാമിലി പോലെ അല്ല ഇവരുടെ ഫാമിലി വേറൊരു യൂണിവേഴ്സിലാണെന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. സത്യം പറയുവാണെങ്കിൽ ഇവർ ഫാമിലി ബ്ലോഗ് ഇടുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. നമ്മുടെ എല്ലാ ഫാമിലിയില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് പുറത്തു വിടുന്നില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർ അറിയാത്തത്. പിന്നെ ചില ആളുകൾ അച്ചമ്മ മരിച്ചിട്ടും കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു ചടങ്ങിനെ കുറിച്ച് ഇട്ടത് കൊണ്ട് പലർക്കും മനസ്സിലാക്കാൻ പറ്റി. അതിൽ കമന്റ് ബോക്സിൽ പല ആളുകളും പറയുന്നുണ്ട് ഈ ചടങ്ങൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന്. കാരണം അതൊരു അറിവാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആചാരമാണ്. ഇപ്പൊ ഇങ്ങനത്തെ ആചാരം ആരും നടത്തി പോകുന്നില്ല. നടത്തുന്നത് ചില കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് പുട്ടും കടലക്കറി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പിന്നെ അച്ചാറും പുട്ടും പപ്പടം കൂട്ടിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ ചെറുപ്പം തൊട്ട് പുട്ടും കടല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല എന്ന് മാത്രം. കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പൊന്നൂസ് പുട്ടും കടലയും കഴിക്കുവാണ്. പൊന്നൂസിന് പുട്ടും കടലയും ഇഷ്ടമില്ലാത്ത സംഭവമാണ്. പക്ഷെ പൊന്നൂസ് കഴിച്ചു നോക്കിയപ്പോഴത്തേനും ടേസ്റ്റ് ഉണ്ട്. നമ്മളൊക്കെ കഴിച്ചു നോക്കുമ്പോഴത്തേനും ടേസ്റ്റ് ഉണ്ടെങ്കിൽ വീണ്ടും കഴിക്കും. പൊന്നൂസ് അങ്ങനെയല്ല, പൊന്നൂസിന് ഇഷ്ടമല്ല. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഇതെന്തൊരു കുമ്പളം കിട്ട കറി, ഇതെന്തോ വറുത്തരച്ച കറി, തറവാട്ടിൽ പണ്ട് ഉണ്ടാക്കിയ കറിയാണ്. ടേസ്റ്റ് ഒക്കെ മണ്ടാകുമ്പോൾ തന്നതാണ്. അത് ഞാൻ കൂട്ടി ചോറുണ്ടാണ്. ഇത് പിറ്റേ ദിവസം ഉച്ചത്തെ വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ആ കറി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒന്നാമത്തെ ഇവരുടെ തറവാട്ടില് വറുത്തരച്ച കറി വെച്ചു. പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്, ട്രഡീഷണൽ കറിയാണ്. ആ കറി ഉണ്ടാക്കിക്കൊണ്ടാണ് പൊന്നൂസ് ആ വീഡിയോ ഇട്ടത്. അതിന്റെ റെസിപ്പിയും കൂടെ പറയായിരുന്നു. എന്ത് ഫുഡാണ് ഞാൻ ഓക്കെയാണ്, ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇവരൊക്കെ പറയും നിനക്ക് അച്ഛന്മാരെ സ്വഭാവം വരുന്നുണ്ട് തോന്നുന്നു, അച്ഛന്മാരെ ഇഷ്ടങ്ങളൊക്കെ നിന്റെ ഇഷ്ടങ്ങളായി മാറുന്ന പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല. എനിക്കിപ്പോൾ പച്ചക്കറി അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അച്ഛമ്മയ്ക്ക് പച്ചക്കറിങ്ങാട്ട് കൂടുതൽ ഇഷ്ടം ഇറച്ചി മീനൊക്കെയാണ്. പക്ഷെ അച്ഛമ്മ എല്ലാ കറിയും കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കഴിക്കും. പൊന്നൂസിനെ ആരോ പുകഴ്ത്തി അച്ഛമ്മയായിട്ടൊക്കെ കമ്പയർ ചെയ്തു. അച്ഛമ്മ ആ വീട്ടിലെ ധീര വനിതയാണ്. അങ്ങനെ പുകഴ്ത്തൽ കിട്ടിയോണ്ടാണ് പൊന്നൂസ് നെൽപ്പായിൽ ഇരിക്കാനായിട്ട് തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറയുവാണെങ്കിൽ പൊന്നൂസ് ഇപ്പൊ ജീവിക്കുന്ന ജീവിതമാണ് സുഖകരമായിട്ടുള്ള ജീവിതം. പൊന്നൂസ് പറയുന്നത് ഇങ്ങനെയുള്ള കർമ്മമൊക്കെ ചെയ്യുവാണെങ്കിൽ വീട്ടിലെ പണിയെടുക്കലെന്ന് നിർബന്ധമുണ്ടെന്നാണ്. അതായത് കുറച്ചെങ്കിലും എനർജി വേസ്റ്റ് ആക്കേണ്ടത് ബാത്റൂമിലൊക്കെ പോകുന്നതിന് മാത്രമാണ്. അതായത് ബാത്റൂമിൽ പോകുക, പൈപ്പ് തിരിക്കുക, ഇതൊക്കെ മാത്രമുള്ള ഒരു കഷ്ടപ്പാട്. പിന്നെ എന്തിട്ടായിരുന്നു, വേറെ എന്തോ ഒരു ഫ്രൂട്ടും കൂടി കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് 2-3 പീസ് ആപ്പിളൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പൊ നിങ്ങൾ ചെന്നിക്ക് ഫുൾ ടൈം തീരെ മാത്രമാണ് സത്യമായിട്ടോ അതിനുള്ളോട്ട് പരിപാടി. വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കഴിച്ച പ്ലേറ്റ് പോലും കഴുകി വെക്കാൻ പാടില്ല, പ്ലേറ്റ് കഴുകാൻ പോലും പാടില്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പൊന്നൂസിനെ സംബന്ധിച്ചു ഫുഡ് കഴിക്കുന്ന കാര്യം തന്നെയാണ് പൊന്നൂസിന്റെ മെയിൻ പരിപാടി എന്ന്. മാത്രമല്ല ഈ വീഡിയോയിൽ ഒരിടത്തും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അച്ഛമ്മ മരിച്ച ചടങ്ങാണ്, ഒരിടത്തെങ്കിലും പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കായിരുന്നു. സത്യത്തിൽ അവർ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് അച്ഛമ്മ മരിച്ച ചടങ്ങല്ലേ, അതിനെക്കുറിച്ചല്ലേ വീഡിയോ ചെയ്യുന്നത്. അതിലൊന്ന് പ്രാർത്ഥിക്കുകയും ചടങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുമായിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് കമന്റ് അതിൽ വരില്ലായിരുന്നു. കാരണം ഇതൊരു ഫുഡ് ബ്ലോഗ് പോലെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നെഗറ്റീവ് കമന്റ് ഇല്ലാത്ത വീഡിയോസ് ഇല്ല. എന്ത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് കമന്റ് വരും. അതായത് അതൊക്കെ ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയ്ക്കുള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.